മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. നമ്മുടെ കുടുംബത്തെ സ്വർഗം നോക്കി വളർത്താൻ, നമ്മുടെ മക്കളെ മാലാഖമാരുടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ, പിതാവായ ദൈവത്തിൻ്റെ ഹിതം മാത്രം കുടുംബത്തിൽ നടത്താനുള്ള ഒരു ചെറിയ പരിശ്രമം. എല്ലാവരെയും മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ള കുടുംബം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു വലിയ കുടുംബമാണ്. ഞാൻ ഇതുവരെ പരിചയപ്പെട്ടേക്കുന്ന ഏറ്റവും വലിയ കുടുംബങ്ങളൊന്നാണ്. സാധാരണ നമുക്കിവിടെ മധുരമൊഴിക്ക് ഗസ്റ്റായിട്ട് വരുന്ന കുടുംബങ്ങളെല്ലാം ഏറ്റവും വലിയ കുടുംബം വന്നേക്ക് എനിക്ക് തോന്നുന്നു 8 മക്കളുള്ളവരായിരുന്നു. ഇവിടെ ഒരു 100-300-ലധികം മക്കളുള്ള ഒരു അപ്പനും അമ്മയും കണ്ട വലിയ പ്രായം തോന്നിക്കുന്നില്ലെങ്കിലും 100-300-ലധികം മക്കളുള്ള വലിയൊരു അപ്പനും അമ്മയാണ് നമ്മളോടൊപ്പം. അവർ 2 പേരാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പുറകെ വലിയൊരു സമൂഹമുണ്ട്. ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങാം. ചേട്ടൻ്റെ പേര് ഷാജു. എല്ലാവരും വിളിക്കുന്നത് ഷാജു അപ്പൻ എന്നാണ്. നമ്മൾ പുറകെ മനസ്സിലാവുക എന്നാന്നുള്ളത്. എത്ര പേര് ഷിജി, എല്ലാവരും ഷിജി അമ്മ എന്ന് വിളിക്കും. പിന്നെ മിഖായൽ, എലിസബത്ത്, ഒരു കുഞ്ഞാവും കൂടി ഇല്ലേ, റാണി മരിയ. പിന്നെ പുറകെ 100-300 വേറെ വലിയൊരു കുടുംബം കൂടിയുണ്ട്. ഒരു ആകാശപ്പറവയുടെ ആശ്രമത്തിൻ്റെ ബാംഗ്ലൂരത്തെ എല്ലാമാണ്. ഞാനിവരെ പറ്റി 2 വാക്ക് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ ഇടാം. ഞാൻ 2005-ലാണ് ബാംഗ്ലൂർ ഫിലോസഫി പഠിക്കാൻ വേണ്ടി ധർമാരാം CMA സഭയുടെ ധർമാരാമിൽ പോകുന്നത്. പഠിച്ച സോക്രട്ടീസ് മുതൽ പഠിച്ച അധികം ഫിലോസഫേഴ്സിനെ മറന്നുപോയെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും പോയിരുന്ന ഈ ബാംഗ്ലൂരത്തെ ആകാശപ്പറവയുടെ ആശ്രമം ഒരിക്കലും മറക്കത്തില്ല. കാരണം ഇവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ ബാംഗ്ലൂരത്തെ. ആദ്യമായിട്ട് ഒരു ആംബുലൻസ് ഞാൻ കയറുന്നത് ഷാജിപ്പുരം ഓടിച്ചപ്പോഴത്തേക്കാണ്. അതുവരെ ആംബുലൻസൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു. നമ്മൾ ശവം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം നാട്ടിൽ കണ്ട സ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെ കയറ്റിയത് ഷാജിപ്പുരമായിരുന്നു. തെരുവിൽ നിന്ന് മക്കളെടുക്കാനായിട്ട് ആദ്യമായിട്ട് കൊണ്ടുപോയത് ഷാജിപ്പുരമായിരുന്നു. ആദ്യമായിട്ട് എനിക്കൊരു അടുക്കള പരീക്ഷണാർത്ഥം തന്നത് ഷിജിയമ്മയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തോണ്ടുന്ന കുഞ്ഞ് മിഖായലായിരുന്നു. മിഖായൽ എന്നൊരു പൊടിക്കുഞ്ഞായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആദ്യമായിട്ട് എന്നെ വിശുദ്ധ എന്ന് വിളിച്ചത് ഷാജിയപ്പനായിരുന്നു. ശരിയല്ലേ? ഞാൻ ആദ്യമായിട്ട് ആശ്രമത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എന്നെ കെട്ടിപ്പിടിച്ച് വിശുദ്ധനായ ജെറും ബ്രദറെ. അപ്പോൾ ഞാൻ പുറകെ തിരിഞ്ഞു നോക്കി, ഇനി വേറെ വല്ലവരാണ് വിളിച്ചെന്നറിയാൻ വേണ്ടി. എനിക്ക് അത്രയും വലിയ ഉറപ്പില്ല ആ കാര്യത്തിൽ. ആദ്യമായിട്ട് എൻ്റെ കാലിൽ ഒരാൾ ചുംബിക്കുന്നത് അത് ബഹുമാനപ്പെട്ട കുറ്റിക്കളച്ചനാണ്. ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ആകാശപ്പറവകളുടെ അപ്പനായ കുറ്റിക്കളച്ചനാണ്. ആദ്യമായിട്ട് എൻ്റെ കാലിൽ ചുംബിച്ചിട്ട് വചനം പ്രഘോഷിക്കുന്നവരുടെ കാൽപാദങ്ങൾ എത്രയോ സുന്ദരം എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്ന സമയത്ത് അച്ഛൻ മുട്ടുകുത്തി എൻ്റെ കാല് ചുംബിക്കുന്നത്. അങ്ങനെ ഒത്തിരി സ്വർഗീയമായ അനുഭവങ്ങൾ തന്ന ഫിലോസഫി പഠനകാലത്തിൻ്റെ നല്ലൊരു ശതമാനം ഞാൻ ചെലവഴിച്ച് ഇവരുടെ കൂടെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വലിയ കുടുംബത്തെയായിട്ടാണ് മധുരമൊഴി എത്തിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് എങ്ങനെ വലിയ കുടുംബത്തെ, ലോകം മുഴുവൻ നമ്മൾ അപ്പ എന്ന് വിളിക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന വലിയ അപ്പൻ്റെ എല്ലാ മക്കളെയും എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് നമ്മുടെ ഷാജിപ്പൻ തന്നെ തുടങ്ങാം. ചേട്ടാ, എങ്ങനെയാണ് ഈ വിളി, ഈ മക്കള്, കുടുംബം ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ആനന്ദപുരം എന്ന് പറയുന്ന ഒരു ദേശത്താണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ദേവദാസനായിരിക്കുന്ന കനീസിയൂസ് അച്ഛൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ചേച്ചിയുടെ വീട്? എൻ്റെ വീട് കല്ലൂര് ഭരത ചമ്മകണ്ടെന്ന് ശരിക്കും പറയും. അവിടെയാണ് വീട്. തൃശ്ശൂർ തന്നെ. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നേ ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അമ്മ ഈ വഴിയോരങ്ങളിലൊക്കെ പോകുന്ന ഈ അനാഥരായിട്ടുള്ളവരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു. ഇതെല്ലാം കുഞ്ഞിലെ എൻ്റെ ഉള്ളിൽ കയറി കിടപ്പുണ്ടായിരുന്നു. എനിക്കത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ ഒരു ദൈവവിളി ഉറപ്പിക്കുന്ന ഒരു സംഭവം വരുന്നത് എനിക്കൊരു 18-19 വയസ്സുള്ള സമയത്ത് എനിക്ക് വയറ്റിലൊരു വലിയ വേദന വരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആ കിഡ്നി എടുത്തു കളയണം. അപ്പോൾ ഓപ്പറേഷൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു ഡിവൈനിൽ പോയിട്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞ് വന്നാണ് ഓപ്പറേഷന് പോകുന്നത്. അപ്പോൾ ഓപ്പറേഷന് പോയി. ഓപ്പറേഷൻ കുറച്ച് സീരിയസ് ആയിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ഗോപിനാഥ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിഡ്നി എടുത്തു, തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഓപ്പറേഷൻ സ്ഥലത്ത് നിന്ന് വീണ്ടും ബ്ലീഡിങ് ആയിട്ട് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും അവർ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ മരിക്കുമെന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എൻ്റെ മനസ്സ് ഇങ്ങനെ എത്തി. അപ്പോൾ ശനിയാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ശനിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് തന്നെ 4-5 കുപ്പി ബ്ലഡ് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റിച്ച് ഇടാൻ പറ്റാതെ അവർ മൊത്തം ഇതൊക്കെ വെച്ച് കെട്ടി അവിടെ നിർത്തി. അപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര ചുമ. ശനി ഞായർ അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് വീണ്ടും അവർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കയറ്റുന്നത്.
ഈ ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ എന്തോ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ കൈപ്പത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓപ്പറേഷന് മുമ്പ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്തോ വേറൊരു സ്ഥലത്തായ പോലെ, ആകാശത്തിൻ്റെ ഈ ഭൂമിയിലല്ല വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ എൻ്റെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവ് ഞാൻ എന്തായാലും മരിക്കും, പക്ഷെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിനും ചേച്ചിനും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും നോക്കാം, അവർക്ക് ആരും ഇല്ലാതെ പോലും ഈശോ എന്നിങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ പറയാം. അപ്പം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ്, കാരണം എനിക്ക് എപ്പോഴും ദൈവം എന്നെ വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ എന്നിലൂടെ വെളിപ്പെടുത്താറ് ഉൾക്കാഴ്ചയിലൂടെയും ഈ സ്വപ്നത്തിലൂടെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഈശോ എൻ്റെ ഉള്ളിലൊരു ബോധ്യം തരാം പെട്ടെന്ന്, സർവ്വസൃഷ്ട പ്രപഞ്ചത്തെ കാത്തുപരിപാലിക്കുന്ന എനിക്ക് നിൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയും ചേച്ചിനെയും നോക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ഒരു ഉൾച്ചോദ്യം വരെ ഉള്ളിൽ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെയാണ് ഈശോ ഞാൻ അങ്ങ് എടുത്തോ, റെഡിയാണ്, ഈശോ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം മനസ്സിലാക്കാണ്, ഞാൻ എടുത്തോ എന്ന് ഈശോയോട് പറഞ്ഞത് ഈശോ എടുത്തു തന്നെ, പക്ഷേ ഈ ലോകത്തിൽ നിന്ന് എടുത്തില്ല, എന്നാൽ ലോകത്തിൻ്റെതല്ലാത്ത രീതിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള ഒരു ഈശോ എന്നെ എടുത്തു. അത് ഒരു രണ്ടാമത്തെ ഘട്ടമായിട്ട് ഞാൻ കാണുന്നത്. പിന്നീട് ഞാൻ കാണുന്നൊരു ഘട്ടം, ഞങ്ങളുടെ അതിനുശേഷം വിവാഹം കഴിയുന്നു. വിവാഹത്തിന് ശേഷം അപ്രതീക്ഷിതമായ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം ഒത്തിരി തെറ്റുകൾ എനിക്ക് പറ്റി. ഇനി ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും ഒത്തിരി എന്താ പറയുക പഴി കേൾക്കേണ്ടതായിട്ട് വന്നു. നിന്ദനത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയൊക്കെ എല്ലാവരാലും ഒറ്റപ്പെട്ട് ഞാനും ഷിജി മാത്രം അല്ലെങ്കിൽ ദൈവം മാത്രം കൂട്ടിനുള്ള ഒരു സ്റ്റേജിലേക്ക് ദൈവം എത്തിച്ചു. പക്ഷെ ആ ഒരു 1.5 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 1.25 വർഷക്കാലം ബൈബിള് പൂർണ്ണമായി ഫുള്ള് വായിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കന്യൂസി അച്ഛൻ്റെ വീടുണ്ട് അവിടെ. ഏറെക്കുറെ ഒരു ദിവസത്തിൽ 2-3 മണിക്കൂറെങ്കിലും ഞാൻ ഈ ഒരു വർഷം കന്യൂസി അച്ഛൻ്റെ ആ വീട്ടിൽ പോയിരുന്ന് അച്ഛനോട് പ്രാർത്ഥിക്കും. അതുപോലെ പുത്തമ്പള്ളിയിൽ ദീപികായന ആരാധന സെൻറ്ററിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ഇതെല്ലാം ദൈവം എന്നെ ഇങ്ങനെ ഒരുക്കുകയായിരുന്നേ. ആ സഹനത്തിലൂടെ ആ ഒരു അടുത്തൊരു ഘട്ടത്തിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് ഈശോ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഒരു 1.25 വർഷത്തിന് ശേഷം ഞങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് കൊടകര വന്നു കഴിയുമ്പോൾ കൊടകര പള്ളിയിൽ കുറ്റിക്കിലച്ചൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഞാനും ഷിജി പറഞ്ഞു നമുക്ക് എന്തായാലും കുറ്റിക്കിലച്ചനൊന്ന് കാണാം. നമ്മൾ കേട്ടിട്ടുണ്ട് അച്ഛനെ കുറിച്ച്. കുറ്റിക്കിലച്ചനെ ചിലപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും പരിചയമില്ലായിരിക്കും. ജോർജ് കുറ്റിക്കിലച്ചൻ MCBA സഭാംഗമായിരുന്നു. അച്ഛന് കിട്ടുന്ന പ്രത്യേക വഴിയിൽ നിന്നാണ് ആകാശപ്പറവുകൾ FBA എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. അത് പിന്നീട് വളർന്ന് ഇന്ത്യയുടെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ട്. തെരുവിൽ കിടക്കുന്ന അനാഥരായവരെയും മാനസിക രോഗമുള്ളവരെയും സ്വന്തം മക്കളെന്ന് കരുതി അച്ഛൻ ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ അതൊക്കെയാണ്. മക്കളെന്ന് വിളിച്ച് തന്നെയാണ് അച്ഛൻ അവരെ സ്വീകരിക്കുന്നത്. അവരെ കൊണ്ടുവന്ന് മക്കളെ വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അച്ഛനെ പറ്റി ഒരു വാക്ക് പറയാൻ പോയി മോശമാണ്. അച്ഛൻ ഞാൻ ഓർക്കുന്നത്, അച്ഛൻ ചില കല്യാണങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അച്ഛനെയാണ് ബ്ലെസ് ചെയ്യാൻ വിളിക്കുന്നതെങ്കിൽ വീട്ടുകാർ കൂടുതൽ കസേരയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം അച്ഛൻ വലിയ വണ്ടിക്ക് എപ്പോഴും വരുന്നത്, ട്രാവലറിനാണ് വരുന്നത്. അപ്പോൾ വഴിയിൽ പോരുന്ന വഴിക്ക് തെരുവിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരും. അച്ഛന് തിയോളജി ഇതാണ്, നിങ്ങൾ വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞ ഈശോ പറയുന്ന കാര്യമുണ്ടല്ലോ, തെരുവിലുള്ള എല്ലാവരെയും വിളിക്കണം പറഞ്ഞല്ലോ. കാരണം അച്ഛൻ പോരുമ്പോൾ വഴി കാണുന്ന എല്ലാവരും മക്കളെ കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ. അതുകൊണ്ട് കല്യാണത്തിനൊക്കെ എപ്പോഴും അരി കൂടുതലുണ്ട് അച്ഛനെ വിളിക്കുന്ന കല്യാണങ്ങൾ. ഇതാണ് അച്ഛൻ്റെ ഒരു പ്രൊഫൈൽ. അച്ഛൻ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഡിസംബറിലാണ് മരിക്കുന്നത്. ഉറപ്പായിട്ട് സ്വർഗത്തിലിരുന്ന് അച്ഛൻ ഇപ്പോൾ കേട്ട് ആനന്ദിക്കുകയും ഉറപ്പായിട്ടും അച്ഛൻ നമ്മളൊക്കെ ബ്ലെസ് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. അച്ഛനാണ് ഞങ്ങളെ ഈ രീതിയിലേക്ക് എത്തിച്ചേ. കാരണം ഞാൻ ചിന്തിക്കുക, കൊടകര പള്ളിയിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഷിജി ലേഡീസിൻ്റെ ഭാഗത്ത് കയറി, ഞാൻ ജെൻസിൻ്റെ ഭാഗത്ത് ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആത്മാവ് പ്രചോദിപ്പിച്ചു അച്ഛനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൽ എഴുന്നേറ്റ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിന്നു. ഞാൻ നോക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷിജി എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ അച്ഛനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛനോട് പറഞ്ഞ ആദ്യത്തെ ഒരു എന്താ പറയുന്ന സെൻറ്റൻസ്, ആദ്യത്തെ ഒരു കാര്യം അത് ദൈവാത്മാവ് തോന്നിപ്പിച്ചതായിരിക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈശോയിലൊന്ന് ജീവിക്കണം അച്ഛാ എന്ന് പറഞ്ഞു. അത് ഈ ഒരു 1.5 വർഷത്തെ കാലത്തെ കഷ്ടത അനുഭവം എനിക്ക് തന്ന ഒരു വലിയൊരു ചിന്തയാണ്. എനിക്ക് ഈശോയിൽ ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛൻ, എനിക്ക് ഈശോയിലൊന്ന് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, ആദ്യത്തെ അച്ഛൻ ഞങ്ങളോട് പറയുന്ന കാര്യം, മക്കളെ, ഈശോ നിങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ അച്ഛനായിട്ടുള്ള ഞങ്ങളുടെ സംഭാഷണം. അത് കഴിഞ്ഞ് അച്ഛൻ പറയുന്നു, മക്കളെ, ഇങ്ങനെ കാഞ്ഞങ്ങാട് കാസർഗോഡ് നമ്മുടെ ഒരു ആശ്രമമുണ്ട്, അവിടെ വെച്ച് താമസിച്ചിട്ടുള്ള ധ്യാനമുണ്ട്, നിങ്ങൾ 2 പേരും ആ ധ്യാനത്തിന് വരണം.
അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷമായിരിക്കുന്ന ഒരു 1.25 വർഷമൊക്കെ ആയിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് ദൈവത്തിൻ്റെ വിളിയുടെ. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുമിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ ഇതിലേക്ക് വരാനൊക്കെ ആയിട്ട്. പക്ഷേ കുറച്ച് സമയത്തിലേക്ക് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇതിന് പോരാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഒന്നാമത് ഇങ്ങനെ വീട് വിട്ട് പോരണം, ശുശ്രൂഷ പൂർണ്ണമായിട്ടും. ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്കന്ന് 19 വയസ്സ്. 19 വയസ്സ്. 19 വയസ്സുണ്ടായിരുന്നുള്ളൂ. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 19ാമത്തെ വയസ്സിൽ അങ്ങനെ വരും. അപ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം വീട്ടുകാർ വിട്ടു പോലെ. കാരണം ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ആ സമയത്തും വീട് വിട്ടിട്ട് നിന്നത് കൊണ്ട് അമ്മേനെ വിട്ടു പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടായി. പിന്നെ കല്യാണം വീട്ടിൽ വന്നിട്ട് പെട്ടെന്നായിരുന്നു കല്യാണം. 18 വയസ്സ്. അപ്പോൾ വീട്ടിൽ നിന്നിട്ടില്ല വീട്ടുകാർ, അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. പക്ഷേ ചേട്ടൻ അങ്ങനെ തന്നെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ചേട്ടൻ പോയി. കുറച്ച് പിന്നെ കുറ്റിക്കിലച്ഛൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സില്ലാ മനസ്സോടെ ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ ചേട്ടൻ എടുക്കുന്ന ആ ഒരു തീരുമാനം ശരിക്കും ദൈവ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അപ്പം എനിക്കൊരു പേടി, ദൈവഭയം ഉണ്ടായിരുന്നു. ധിക്കരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും അതും വേണ്ട, ചേട്ടനും വിടാൻ പറ്റില്ല, ഞാനങ്ങ് സഹിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പൂർണ്ണമായ ഒരു ഇഷ്ടമല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി പിന്നെ എനിക്ക് പിന്നെ കുറ്റിക്കിലച്ഛൻ്റെ ആ ഒരു സ്നേഹം, ഞങ്ങളോട് ഒരുപാട് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു കുറ്റിക്കിലച്ഛൻ. അപ്പം അച്ഛൻ വന്ന് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴും എനിക്ക് തിരിച്ചു പോരാനുള്ളൊരു ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛൻ നന്നായിട്ട് സംസാരിച്ചു, പ്രാർത്ഥിക്കണം, അങ്ങനെ നിങ്ങളെ വേറൊരു ആശ്രമത്തിലേക്ക് വിടുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ദൈവം ഇനിയും അങ്ങനെയാണെന്നുള്ളൊരു ഉള്ളിൽ ചിന്ത ഉണ്ടെങ്കിലും ഇതും ദൈവ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് അങ്ങനെ പോവാം. അങ്ങനെയാണ് ഞങ്ങൾ ചെന്നൈ ആശ്രമത്തിലേക്ക് കുറ്റിക്കിലച്ഛൻ വിടുന്നത്. അപ്പോൾ കുറ്റിക്കിലച്ഛൻ ശരിക്കും എനിക്ക് ഈ മക്കൾ എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ 200 മക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ മക്കളൊക്കെ ഒരു അച്ഛൻ സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു മത്തായി എന്നൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മത്തായി എന്ന് പറഞ്ഞ മകൻ ഇങ്ങനെ മൂക്കൊലിപ്പിച്ച് വായിന്നൊക്കെ ഒലിപ്പിച്ചിട്ടേ ഒരുപാട്. അതുപോലെ തന്നെ കുറ്റിക്കിലച്ഛൻ വന്നപ്പോഴത്തേക്കും മക്കളൊക്കെ ഓടി കുറ്റിക്കിലച്ഛനെ കെട്ടിപ്പിടിക്കുകയും അപ്പോൾ കുറ്റിക്കിലച്ഛന് മേത്ത് മൂക്കട്ട ആവുന്നുണ്ട്, എല്ലാം ആവുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ദൈവമേ ഒരു വൈദികൻ എന്തുമാത്രം ഇതുപോലെ. അപ്പോൾ എനിക്ക് ഈശോയെ എനിക്ക് ഇതുപോലെ ഒന്ന് പറ്റിങ്ങ് എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളെ ഇവിടേക്ക് വിടുന്നത്, ചെന്നൈയിലേക്ക് വിടുന്നത്. ചെന്നൈ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മക്കളെയൊക്കെ ലേഡീസിനെയൊക്കെ കൊണ്ടുവന്ന് ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശോയെ, എനിക്കിതിനൊന്നും സാധിക്കണില്ലല്ലോ എന്നൊക്കെ തോന്നി. കാരണം ഒരു തെരുവിൽ നിന്ന് ഒരു മകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. മുടി നിറച്ച് ചടയ പിടിച്ച് ഭയങ്കര മണം. അപ്പോൾ അവർ വന്നിട്ട് അവർ ശരിക്കും ഓപ്പണായിട്ട് നമ്മളൊക്കെ കെട്ടിപ്പിടിക്കും. അപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ മണം, അസുഖം പകരുമോ അങ്ങനെ. ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ ഈശോ എനിക്കൊരു ശക്തി തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാം. അപ്പോൾ ഈശോ എനിക്ക് അങ്ങനെ രാത്രികളിലൊക്കെ ഞാൻ കണ്ണുനീരൊഴിച്ച് ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. ചേട്ടനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ മക്കളുടെ സെക്ഷനിലാണ്. മക്കളെ ശുശ്രൂഷിക്കലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചേട്ടനും കിട്ടുന്നില്ല. എനിക്കെൻ്റെ സങ്കടം പറയാൻ ഒരാളില്ല. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്കൊരു മനുഷ്യനില്ലേ ഭൂമിയിൽ ഇങ്ങനെയാണ്. പക്ഷേ തമ്പുരാൻ എനിക്ക് ആ സമയത്ത് ഒരു ശക്തി തരികയാണ്. ചേട്ടനാണ് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ ചേട്ടനെയാണ്. അപ്പോൾ ചേട്ടൻ ഈ തെരുവിൽ കക്കൂസിക്ക് പോയി അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് പുഴുവരിച്ച് കിടക്കുകയാണെങ്കിൽ നീ ശുശ്രൂഷിക്കില്ലേ, ഞാനാണെങ്കിൽ നിനക്ക് പറ്റില്ല എന്നുള്ളൊരു രാത്രിയാണ് കേട്ടോ. ഞാൻ ശരിക്കും 2 മണിക്കൊക്കെ എണീറ്റിട്ടാണ് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ എന്നോട് സംസാരിക്കുന്നത്. പിന്നെ സ്വപ്നത്തിൽ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടനും സ്വപ്നത്തിലും എനിക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം തന്നെയുണ്ട്. ചേട്ടന് അങ്ങനെ എനിക്ക് സ്വപ്നത്തിലൂടെയാണ് ഈശോ സംസാരിക്കാറ്. അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നാളെ തൊട്ട് ഞാൻ ഈ പണിക്കില്ല, ഈശോയെ ശുശ്രൂഷിച്ച് ഈ മക്കളുടെ കൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ അങ്ങോട്ട് പിന്നോട്ടില്ല. പിന്നെ ഞാൻ അങ്ങ് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ മാറി നിൽക്കുമായിരുന്നു. മറ്റേത് അവരുടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവർക്ക് കക്കൂസിക്കൊക്കെ വാരിതൊക്കെ മേത്തെറിയും. അപ്പോൾ നമുക്കൊരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടേ ദൈവം പഠിപ്പിക്കുന്നവരെ അങ്ങനെ മക്കളെ ശുശ്രൂഷിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെയായി. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ സ്വന്തമായിട്ട് തന്നെ, നിങ്ങളുടെ തന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയാം. ബാക്കി 300-400 മക്കളുണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ തന്നെ 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ 2 കുടുംബങ്ങളെ കൂടി തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ അതാണല്ലോ എപ്പോഴും.
ഇപ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ അവർക്ക് വേറെ ആരും തന്നെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഈ 3 മക്കളെയും നിങ്ങളുടെ 2 പേരുടെ കുടുംബങ്ങൾ ഇതെല്ലാം കൂടി എങ്ങനെ ബാലൻസ് ചെയ്ത് വലിയ കുടുംബം ഉണ്ടാക്കുന്നത് എങ്ങനെ ഷൈൻ പറയാമോ? ശരിക്കും ഞങ്ങളിപ്പോൾ മാറി ഒരു വീടായിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെ വീടായിട്ട് ഇപ്പോൾ മാറി താമസിക്കുന്നത് ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമായിട്ടുള്ളൂ. 3 ആശ്രമങ്ങളില്ലേ? 3 ആശ്രമങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അച്ഛനറിയാലോ, അതായത് ഒരുമിച്ചാണ് ഇവരുടെ കൂടെ ആശ്രമത്തിൽ തന്നെ ഒരു മുറിയിൽ ഞങ്ങൾ താമസിക്കുന്നത്. കിച്ചൺ അവിടെ തന്നെ, ഭക്ഷണം ഒന്ന് തന്നെ, എല്ലാം ഒരുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം കുറ്റിക്കിലച്ചനോട്, അത് ഷിജി പറയാം, അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മികായേൽ പറഞ്ഞൊരു സംഭവമാണ് കുറ്റിക്കിലച്ചൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരു കാര്യം. അതായത് കുറ്റിക്കിലച്ചൻ അന്ന് ഒത്തിരി മക്കളും ഭക്ഷണവും പിന്നെ പുറത്തുനിന്നൊക്കെ കുറേ പേരുണ്ടായിരുന്നു. ആശ്രമത്തിന് പണി നടക്കായിരുന്നു. അപ്പോൾ ഞാനൊരു രാത്രി ഇതേപോലെ തന്നെ ഒരു 12 മണിയൊക്കെ കാണും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. എലിസബത്തിന് പ്രഗ്നന്റ് ആണ്. അപ്പോൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി പണികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ കിടക്കാൻ വരണം 1 മണി നേരത്ത്. അപ്പോൾ ഞങ്ങൾക്ക് റൂമൊന്നുമില്ല അന്ന്. അപ്പോൾ ഒരു ഉള്ള റൂം ഉള്ളതിൽ എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കിടക്കുന്നതുകൊണ്ട് എനിക്ക് കിടക്കാൻ സ്ഥലം. അപ്പം ഞാനിങ്ങനെ ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ, നേരം വെളുത്ത് രാവിലെ 5:30 എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചാരി ഇരുന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഇവനത് കണ്ടു. അന്ന് എനിക്ക് ഇവനൊരു 3 വയസ്സുള്ളൂ. ഇവ അത് കണ്ട് ഇവനും അവിടെ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം കുറ്റിക്കിലച്ചൻ വന്നു. കുറ്റിക്കിലച്ചൻ അപ്പം ഞങ്ങൾക്കൊരു 1 ഏക്കർ സ്ഥലം ഒരു അങ്കിള് തന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാനുണ്ട് അവൻ്റെ അടുത്ത്. തിരിച്ചു വരുമ്പോൾ കുറ്റിക്കിലച്ചൻ ചോദിച്ചു, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, നിനക്ക് എന്താ ആഗ്രഹം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ മമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എൻ്റെ മമ്മയ്ക്ക്. മികായേൽ പറഞ്ഞു അച്ഛനോട്, മികായേൽ പറഞ്ഞു അച്ഛനോട്, എൻ്റെ മമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ മമ്മയ്ക്ക് കിടക്കാനായിട്ടൊരു വീട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കുറ്റിക്കിലച്ചന് ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം ഇവൻ പറയുന്നത് ഒരു ദൈവാത്മാവാണല്ലോ അത് പറയണേ, പരിശുദ്ധാത്മാവാണ് ഇത് അവനെ കൊണ്ട് പറയിപ്പിച്ച്. ഇവ അങ്ങനെ സംസാരിക്കില്ല. അപ്പൊ ഇവൻ കളിച്ച് ചിരിച്ച് അങ്ങനെ പോവുള്ളൂ, സംസാരം വളരെ കുറവാണ്. അപ്പം അച്ഛനത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനി അവിടെ ഒരു ഏക്കർ സ്ഥലം കണ്ടിട്ട് വരുന്ന സമയത്താണല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, ആ സ്ഥലത്ത് ഒരു വീട് പണിയാതെ ഒരു ആശ്രമം പണിയുന്ന പ്രശ്നമില്ല, നിങ്ങൾ വീട് പണിതാൽ മതി, ഇവർക്കൊരു വീട് വേണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, ഇനി വീട് കെട്ടി കഴിഞ്ഞാൽ പറയില്ലേ ഷായിപ്പിന് ശേഷം എനിക്ക് വീട് കെട്ടി, അങ്ങനെ ഒരു ഇതിലേക്ക് വരണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ വേണ്ട. പിന്നെ തന്നെയല്ല, പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ട്, മക്കൾക്ക് ഇങ്ങനെ ഇത് വേണം, അല്ലെങ്കിൽ അവരുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീട് കെട്ടാനുള്ളൊരു സമയം സാഹചര്യം ഇല്ല. അപ്പം മക്കളുടെ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു വീട് കെട്ടി താമസിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റൂൾസ് വരുന്നത്, അതായത് മാനസിക രോഗികളുടെ കൂടെ മക്കളെ താമസിക്കാൻ പാടില്ല, ഒരുമിച്ച് താമസിക്കാൻ പാടില്ല, നമുക്കതിനൊരു ഇത് കിട്ടില്ല. അങ്ങനെ ഇപ്പോഴാണ് പിന്നെ നമുക്കന്നൊരു വീട് കെട്ടാന്ന് വെച്ചിട്ട് ചെറിയൊരു വീട് നമ്മൾ കെട്ടി അവിടേക്ക് താമസിക്കുന്നത്. ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞ സമയത്ത് അന്നൊന്നും ഇവന് സ്കൂളിൽ പോകാനൊരു മടിയൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ആദ്യ കുർബാന കഴിഞ്ഞ സമയത്ത് ഇവന് സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഞാൻ ഇവനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ കരഞ്ഞിരിക്കണേ, എന്താ സങ്കടം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തിനാ പപ്പ ഇങ്ങനെയൊക്കെ നടക്കണേ, പപ്പയ്ക്ക് മര്യാദയ്ക്ക് നടന്നുകൂടെ, നല്ല വസ്ത്രം ധരിച്ചുകൂടെ, ചെരുപ്പിടില്ല, 2 ജോഡി, അങ്ങനെയൊക്കെ എന്തിനാ നടക്കണം മമ്മയ്ക്ക് എനിക്ക് എന്താ അങ്ങനെ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. ഈ ചോദ്യമൊക്കെ എനിക്ക് പണ്ടും ഞാനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്താ ഈ മനുഷ്യ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, മുടിയൊക്കെ വളർത്തുന്നു. അന്ന് ഞാൻ കാണുന്ന സമയത്ത് ഇതുപോലെ കാവ്യമുണ്ടും ജുബയാണ്, കാവ്യമുണ്ടും ജുബയൊക്കെ ഇട്ട് എന്താ ഇങ്ങനെ കിടക്കുന്നത്, ചെരുപ്പിടാതെ കിടക്കുന്നത്, അഴുക്കിലൂടെ നടക്കുന്നത്. ഞാനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ. ബാക്കി പറഞ്ഞോളൂ. അപ്പോൾ ഇവ അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം അത് ഞാൻ എന്താ പറയാ, അത് ഞാൻ സ്വീകരിച്ച് വന്നതാ, ഞാൻ സ്വീകരിച്ചല്ലോ, ഇപ്പൊ അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവരൊക്കെ സ്വീകരിച്ച് ഇവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സന്തോഷത്തില് ഞാൻ അപ്പൊ സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഞാൻ ശരിക്കും ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയി. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടേ. അപ്പൊ ഞാനിങ്ങനെ കുറേ നേരം ഈശോട് എടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ ഞാൻ എന്ത് മറുപടി പറയും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരികയാണ്, അതായത് ഇവന്റെ. അപ്പം ഞാൻ ഇവനോട് പറയാം, മോനെ നീ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ പപ്പ എങ്ങനെ ജീവിക്കണേ നിനക്ക് അറിഞ്ഞൂടെ, ഇത്രമാത്രം മക്കളെ നോക്കി അവരെ ശുശ്രൂഷിച്ചിട്ടാണ് നമ്മുടെ പപ്പ ജീവിക്കണത്. പിന്നെ നിന്റെ കൂട്ടുകാരുടെ അടുത്ത് നീ പറയാം, നിന്റെ വീട്ടിൽ 2 പേരല്ലേ ഉള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ 150 മക്കളുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി 150 പേരുണ്ട്. അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പപ്പ ബെഗറായിട്ടുണ്ടെങ്കിൽ അതെനിക്കതിലൊരു സന്തോഷമുള്ള ആ കാര്യത്തിൽ. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പം അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സ്കൂളിൽ കുട്ടികൾ പറഞ്ഞു എന്ന്,
നിന്റെ പപ്പ എന്തെങ്ങനെ നടക്കണേ, നിന്റെ പപ്പ ബെഗറാണോ, ബെഗറായിട്ട് ജീവിക്കുകയാണോ, എന്തെങ്ങനെ വൃത്തിയില്ലാണ്ട് നടക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ വന്ന് പറയാണ് എൻ്റെ അടുത്ത്, പപ്പ ബെഗറാണ് എന്ന് പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല നിന്റെ പപ്പ ബെഗറല്ല, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മക്കൾ തീറ്റിപ്പോറ്റാൻ വേണ്ടി പപ്പ ഒരു ബെഗറായിട്ടുണ്ടെങ്കിൽ അത് ഈശോയിൽ നീ സ്വീകരിക്കുക, അത് നല്ലതല്ലേ. ഈശോയിൽ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ദൈവം തരുന്ന വലിയൊരു സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ നമ്മളെല്ലാവരും ഈശോയുടെ ബെഗർ തന്നെയാണ്, നമ്മൾ ഭിക്ഷയാഴ്ചയൊക്കെ തന്നെയാണ്, ഈശോ തരാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവനെ ആശ്വസിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ വിഷമിച്ചിട്ടില്ല. ഞാനിപ്പോൾ കുഞ്ഞുങ്ങള് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരതിൽ പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായാലും അവരുടെ കൂടെ കളിക്കാനായാലും ഇപ്പം നമ്മൾ പോകുന്ന ആ റൂട്ടിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവം അത് ഇപ്പോൾ ഷിജി ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അതിന് വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. രണ്ടുപേരും ഒരുപോലെ ആകാൻ വേണ്ടിയാണ്. ഒരാളുടെ കിഡ്നി പണ്ട് എടുത്തു കളഞ്ഞു, ഒരാളുടെ കൊടുത്ത്. അല്ല, അവൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നിയൊരു ചിന്തയാണിത്. അന്ന് നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ കേരളത്തിൽ തുടങ്ങിയിട്ട് പോലില്ല, അച്ഛനൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലില്ല ആ സമയത്ത് അച്ഛനൊന്നും. അതല്ല, അതായതുണ്ടല്ലോ, ഞാൻ 5ലാണോ ആ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ ഒരു അക്കരച്ചൻ, പോൾ അക്കര CMA പോൾ അക്കരച്ചൻ അച്ഛൻ ഒരു ആളെയും കൊണ്ട് ആശ്രമം ഇവിടെ വരികയാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് പൈസയ്ക്ക് വേണ്ടി, ഇങ്ങനെ കുട്ടികളിൽ നിന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും, അപ്പോൾ അന്ന് നല്ല അത്യാവശ്യം പൈസയൊക്കെ പിടിച്ച് ആ മനുഷ്യന് 3 കുട്ടികളുണ്ട്, അവരെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ കിഡ്നി മാറ്റി വയ്ക്കണം. അപ്പോൾ അച്ഛൻ്റെ കിഡ്നിയാണ് കൊടുത്തത്, പോളക്കരച്ചൻ്റെ കിഡ്നി കൊടുത്തത്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചു, നമുക്കൊന്നും പൈസ ഇല്ലല്ലോ കൊടുക്കാം. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ആ ഒരു ഇത് പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ ഒരു കിഡ്നി ഞാൻ കൊടുക്കും എന്ന് തീരുമാനിച്ചു. അതങ്ങനെ കഴിഞ്ഞു, ആ ഒരു അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ 2 വർഷം മുമ്പാണ് എനിക്ക് കിഡ്നി കൊടുത്താലോ, എനിക്ക് കൊടുക്കാൻ എനിക്കൊരു ആഗ്രഹം വന്നു. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, കൊടുക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ ആശ്രമത്തിൽ ഒരാൾ വരണം. കിഡ്നി ഇല്ല, കിഡ്നി നഷ്ടം, ഇങ്ങനെ 2 കിഡ്നിക്കും കംപ്ലൈൻ്റ് ആണ്, ഒരെണ്ണം കിട്ടിയ അങ്ങനെ ഒരാൾ വരികയാണ്, ഞാൻ കൊടുക്കും. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഒരാൾ വരുന്നത്. ചേട്ടാ, ഇപ്പോൾ ഒരു 10-17 വർഷത്തിലധികം ആയില്ലേ ഈ ഒരു ആകാശപ്പറവുകളുടെ അപ്പനായിട്ട് ജീവിതം തുടരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഓർമ്മയുള്ള, ഏറ്റവും ഇൻസ്പയർഡ്, ചേട്ടൻ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. 10 വർഷം മുമ്പ് ഇതുപോലെ തെരുവിലൊരു മകനുണ്ടെന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നു. അങ്ങനെ ഞാനും വേറെ ആശ്രമത്തിലുള്ള ഒരു ശുശ്രൂഷകനും കൂടി ഞങ്ങൾ 2 പേരും കൂടി ആംബുലൻസ്, ഇതുപോലെ തന്നെ ആംബുലൻസിൽ അവിടെ ചെന്ന് ആ മകനെ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ റിംഗ് റോഡാണ്, റിംഗ് റോഡിന്റെ ഞാൻ ഓർക്കുന്നു, ഞാൻ റിംഗ് റോഡിലൂടെ അതിന്റെ ഇടയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ല അവിടെ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകനോട് ഞാൻ പറഞ്ഞു, മോൻ പോയിട്ട് ആളെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയി എടുക്കാൻ പോയി. ഇപ്പോൾ ആൾ എന്ത് ചെയ്ത് വരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞു, ഷായിപ്പോൾ ആൾ വരുന്നില്ല, എന്താ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നീ ഇവിടെ നിൽക്ക്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി ഒരു സ്ഥലം കൊണ്ട് പാർക്ക് ചെയ്തു. തിരിച്ച് അവൻ്റെ അടുത്ത് വന്ന് വരാൻ പറഞ്ഞു. ഇപ്പോൾ ആളോട് വരാൻ പറഞ്ഞപ്പോൾ ആൾ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും പൈസ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 10 രൂപ കയ്യിൽ കൊടുത്തു. 10 രൂപ കയ്യിൽ കൊടുത്ത് തിരിച്ച് സ്വല്പം കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. അത് ഈശോ കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തി. ഈശോ എന്താ പറയുക, തൊട്ടു എന്ന് പറയുമ്പോൾ ഈശോ തൊട്ട് എല്ലാവരും ചുംബിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, വിരലുകളില്ലേ, വിരലുകളെല്ലാം കുഷ്ഠം വന്ന് പോയി പഴുത്തിരിക്കുക, അതുപോലെ കാലും എല്ലാം. പിന്നെ ഡ്രസ്സൊക്കെ ഒത്തിരി അഴുക്കായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഈശോ ഇത് ചെയ്തു, ഫ്രാൻസിസ് അസീസി ഇത് ചെയ്തു. ഇതെല്ലാം പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് ചെന്ന് ഈ മകൻ്റെ ആ വ്രണങ്ങളിൽ ചുംബിച്ചു, കാലിൻ്റെ വ്രണങ്ങളിൽ ചുംബിച്ചു. പിന്നെ കെട്ടിപ്പിടിച്ചു, കൈയുടെ ആ വ്രണങ്ങളിൽ ചുംബിച്ചു. അണ്ട് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ആനന്ദം തോന്നി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ദേഹത്ത് മൊത്തം സ്മെല്ലൊക്കെ ആയി. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ശുശ്രൂഷകൻ ചോദിച്ചു, ഷായിപ്പ് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ് ഷിജിയോട് ഈ സംഭവം ഞാൻ പറഞ്ഞു. ഷിജി ഇങ്ങനെ കുഷ്ഠരോഗിയെ മകനെ ഞാൻ ചുംബിച്ചെന്ന് പറഞ്ഞപ്പോൾ ഷിജിക്ക് പെട്ടെന്ന് സങ്കടമായി. ചേട്ടന് കല്യാണം കഴിഞ്ഞതല്ല, ചേട്ടൻ ഇങ്ങനെ ഭാര്യ ഉണ്ടെന്ന് അറിയില്ല, എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ വിഷമം കൊണ്ട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിജി ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേ ശരിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം ചേട്ടൻ നല്ല മണം ഉണ്ടായിരുന്നു, ഈ പഴുപ്പിൻ്റെയൊക്കെ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല മണം തോന്നി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കുഷ്ഠരോഗി ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം കുഷ്ഠം പകരുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പകരും, കുഞ്ഞുണ്ട്, അപ്പോൾ ഇവനൊക്കെ പകരില്ലേ.
അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നിയിട്ട് പിന്നെ ചേട്ടൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ കുഷ്ഠരോഗിനെ ചുംബിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചുണ്ടത്ത് പഴുപ്പായി. ആ പഴുപ്പ് ചേട്ടൻ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ദൈവമേ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല, അത് സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈശോയോട് ദൈവം എനിക്കൊരു ശക്തി തായ ദൈവമേ എന്നിങ്ങനെ എനിക്കിപ്പോഴും ആ ഒരു ഇത് ഓർമ്മയില്ല കൃത്യമായിട്ട്. ശക്തി തായോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചേട്ടനെ നോക്കുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ഫേസൊക്കെ കംപ്ലീറ്റ് മാറി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ഈശോയുടെ ഫേസും ഈശോ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നു. പിന്നെ എനിക്ക് ഒന്നും നോക്കാൻ തോന്നിയില്ല എനിക്ക്. പിന്നെ ഞാൻ ഇതിനെ എൻ്റെ ഈശോയായിരുന്നല്ലോ കുഷ്ഠരോഗിയായിട്ട് നിന്നത് ദൈവമേ. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ കുറ്റബോധമായി. ദൈവം ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. പിന്നെ എനിക്ക് ചേട്ടനിലെ ഒരു മണോ അല്ലെങ്കിൽ ആ ചേട്ടനെ തൊടാനോ ഒന്നും എനിക്കൊരു ആ ചിന്ത പോലും എനിക്ക് അതിന് പിന്നീട് അതിന് ശേഷം ഉണ്ടായിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ പോലെയാവും. ഈശോ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ ചെയ്യാനാണല്ലോ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഈശോയെ പോലെ ആവും. അപ്പോൾ ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ മിഖായേലിനും എലിസബത്തിനും ഇതിനോടൊന്നും ഒരു വിരോധമില്ല. അപ്പോൾ അവർക്കതൊരു മാതൃകയും കൂടി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ സമയം പൂർത്തിയാകും. എങ്കിലും ചേച്ചിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഷാജിപ്പൻ ഒരു പ്രത്യേക അനുഭവം പറഞ്ഞു. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാൻ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കും? ഒത്തിരി അനുഭവമുണ്ട്. പക്ഷേ ശരിയാണെങ്കിൽ എനിക്ക് രണ്ടൊരു ചെറിയൊരു ഇത് പറയാം. കാരണം ഒരു മകനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിറച്ച് പുഴുവായിരുന്നു. അപ്പോൾ കൈമേയും കാലുമേയും നിറച്ച് പുഴുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് കഴുകി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പുഴു മുഴുവൻ എൻ്റെ കൈമുക്കോടെ ഇങ്ങനെ കയറി. ശരിക്കും പച്ചിരി വാരിയിട്ട പോലെയൊക്കെ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ തട്ടിക്കളയുന്നു, പുഴു കയറുന്നു, തട്ടിക്കളയുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകൻ എന്നെ ഇങ്ങനെ ഭയങ്കര സഹതാപത്തോടു കൂടി നോക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയല്ലാതെ എന്നെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാൻ എനിക്ക് തൊടാതെ പറ്റില്ലല്ലോ, എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഈശോയെ പോലെയാണ്, തൊടാതെ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ക്ലീൻ ചെയ്യുന്നവരെ ഞാൻ ക്ലീൻ ചെയ്യുന്നു. അതൊന്ന്. പിന്നെ രണ്ടാമതുണ്ടായത് ഞാൻ തന്നെ ആശ്രമത്തിലുള്ളൂ കേട്ടോ. അന്നിങ്ങനെ ആശ്രമത്തിൽ വളരെ ആൾക്കാർ കുറേ ശുശ്രൂഷിക്കും. ഒരു മകനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ മകൻ ഇങ്ങനെ ഭയങ്കര ക്ഷീണിതനായിരുന്നു. ഭയങ്കര ക്ഷീണിതൻ എന്ന് പറഞ്ഞു നിൽക്കാൻ പോലും ശേഷിയില്ല. അപ്പോൾ കൊണ്ടൊക്കെ എടുത്തിപ്പോൾ ഇവർ പറഞ്ഞു ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുത്തു. അപ്പോൾ ഞാൻ ബ്രെഡും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് ഇത്തിരി വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വെള്ളം ഇങ്ങനെ കൊടുത്ത വഴിക്ക് ഈ മകൻ ഫുൾ ഛർദ്ദിച്ചത് മുഴുവൻ മണ്ണായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്നവരോട് പറഞ്ഞു എന്ത് മണ്ണാണ് ഛർദ്ദിച്ചതെന്ന് പറയുമ്പോൾ അവർ പറയാണ് വിശന്നിട്ട് ഇവർ കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ വിശന്നിട്ട് മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ അത് അപ്പോൾ തന്നെ മരിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. മരിച്ചു. തെരുവിൽ കിടക്കുമ്പോൾ എല്ലാവരും നമ്മളൊക്കെ ഞാനായാലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാനും ഈ പഴം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൈസ വലിച്ചിട്ട് കൊടുക്കും. പക്ഷെ അദ്ദേഹത്തിന് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് കൈയെത്താവുന്ന ദൂരത്തായിരിക്കണം എന്നില്ല. അപ്പം ഞാനിത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ആലോചിക്കും, ഇപ്പം നമ്മൾ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ കിട്ടിയുള്ളൂ. ഇവർക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ 2 വർഷം ഏകദേശം പല രാത്രികളിലും ഉറങ്ങാതെ ഇരുന്ന് ഇവരുടെ നടുക്കിരുന്ന് ഇവരുടെ ഇതുപോലുള്ള അനുഭവങ്ങൾ മുഴുവൻ കേട്ട് വളർന്നാണ്. ഞാനൊരു 3 അച്ഛന്മാരെ കൂടി ഓർമ്മിക്കാതെ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വലിയ അപരാധമായി പോകും. കാരണം എന്നെ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു റിജോ അച്ഛനുണ്ട്. അച്ഛനിപ്പോൾ ആകാശപ്രവളുടെ തന്നെ CMI സഭയുടെ ഒരു ആശ്രമത്തിൽ അച്ഛനായിട്ട് മിനിസ്റ്റർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു ആൻ്റണി അച്ഛനുണ്ട്. അച്ഛനിപ്പോൾ മാളയിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ തോന്നുന്നു. പിന്നെ ജോബി അച്ഛനുണ്ട്. അച്ഛൻ ഐക്കണോഗ്രഫി ഇപ്പോൾ PhD ചെയ്യുകയാണ് റോമിൽ. ഞങ്ങൾ 4 പേരും കൂടിയായിരുന്നു ഇവരൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ ഒത്തിരി തത്വശാസ്ത്ര പഠന സമയങ്ങളിലെ പല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും പൗരോഹിത്യത്തിനൊക്കെ ഒത്തിരി നിറം തന്ന ഒരു വലിയ കുടുംബമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ബാംഗ്ലൂരുള്ള കുറേ സെമിനാരി വിദ്യാർത്ഥികൾക്ക് അപ്പനും അമ്മയായവർ, കുറേ നഴ്സിംഗ് കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയായവരവർ, കുറേ നിരാശപ്പെട്ടു പോയവർക്ക്, തെരുവിലുള്ളത് അല്ലാത്തവരായ കുറേ പേർക്ക് തണലായി മാറിയ 3 ആശ്രമങ്ങളുടെ അപ്പനും അമ്മയവർ. അതുകൊണ്ട് ഒത്തിരി നന്ദിയോടെ തന്നെ ഇവർ നടുക്കിരിക്കും. ഞാൻ ഒത്തിരി ആത്മാഭിമാനത്തോടാണ് ഇവരുടെ നടുക്കിരുന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് വേണ്ടി ഇന്ന് ഷാജിപ്പൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ കുടുംബങ്ങളെയും, ലോകം മുഴുവനിലുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കാലഘട്ടത്തിൻ്റേതായ ഒരു അഭിഷേകം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നൽകണമേ. തിരുസഭയോട് ചേർന്ന് തിരുസഭയിൽ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ജീവിക്കുവാനും അതുപോലെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ
മാതാപിതാക്കൾ വളർത്തുവാനുമുള്ള വലിയ അഭിഷേകം മാതാപിതാക്കൾക്കും, അതുപോലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് തിരുസഭയുടെ വിധേയപ്പെട്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ അഭിഷേകവും എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തലകുമ്പിട്ട് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയുടെയും പുത്രനായ ദൈവത്തിൻ്റെ രക്തക്കോട്ടയുടെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അഗ്നിക്കോട്ടയുടെയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിക്കോട്ടയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും സുഹൃതക്കോട്ടയുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.